കൊച്ചിയിലേക്ക് പോകാം. അഹമ്മദ് മുജ്തബ ചേരുന്നു. മുജ്തബ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയതാണ്. ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതുമാണ്. ഇന്നിപ്പോൾ നേരെ വിധി പ്രസ്താവത്തിലേക്ക് കടക്കാവുന്നതല്ലേ ഉള്ളൂ. മറ്റെന്ത് നടപടിക്രമങ്ങൾ ഇനി ബാക്കിയുണ്ട്? ഒരു കുറ്റകൃത്യത്തിലെ പ്രതികളെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 7-8 വർഷക്കാലം നീണ്ട ഒരു വിചാരണ നടപടികൾ 2017 മുതൽ ഇങ്ങോട്ട് 2025 വരെ നീണ്ട ഒരു ദീർഘമായ നാൾ വഴി ഈ കേസിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ കുറേയധികം വിചാരണ നാളുകൾക്ക് ശേഷം ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും 4 പേരെ വെറുതെ വിടുകയും ചെയ്തത്. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രദീപ് വരെയുള്ള 6 ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ്. മറിച്ച് അതിനുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, അതോടൊപ്പം തന്നെ പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയ 4 പേർ, ഷെർലി മുതൽ ഇങ്ങോട്ട് ശരത്ത് വരെയുള്ള ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെ, ചാർലി താമസ്, ദിലീപ്, അതോടൊപ്പം തന്നെ ശരത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. എന്തായാലും അങ്ങനെ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം പിന്നീട് അതിനകത്ത് കോടതി തന്നെ പറഞ്ഞിരുന്നു, ഇവരുടെ പ്രതികൾക്ക് കൂടി ഈ ശിക്ഷാവിധിയിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ്റെ വാദം കൂടി ഈ കോടതിക്ക് മുമ്പിൽ വെക്കണം. അത്തരത്തിൽ ഒരു വാദം ഇന്ന് നടക്കാനുണ്ട്. അതാണ് ഇന്നത്തെ കോടതിയിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ശിക്ഷാവിധി സംബന്ധിച്ച് 2 കൂട്ടരുടെയും വാദം കേൾക്കണം. പ്രതിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദം ഇന്ന് കോടതിയിൽ നടക്കും. നേരത്തെ തുടക്കത്തിൽ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കേസുമായി ബന്ധപ്പെട്ട് ഇത് വളരെ ഗുരുതരമായ ഒരു ക്രൈം എന്നുള്ള നിലയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ നിലപാട്. മാത്രമല്ല, ചുമത്തിയ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 20 വർഷമെങ്കിലും കഠിന തടവും അല്ലെങ്കിൽ പരമാവധി ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്ക് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ, കഴിഞ്ഞ ദിവസം തന്നെ അത് പുറത്തു വന്നതാണ്. ആ നിലക്കാണ് പ്രോസിക്യൂഷൻ്റെ ഒരു നീക്കം. പക്ഷേ പല കാരണങ്ങൾ, പ്രത്യേകിച്ച് പൾസർ സോണി ഉൾപ്പെടെയുള്ള ആളുകൾ 7 വർഷത്തോളം ജയിലിൽ റിമാൻഡ് പ്രതിയായി കടന്നിട്ടുണ്ട്. അത്ര തന്നെ കാലയളവ്, അത്ര ദീർഘമല്ലെങ്കിൽ പോലും 4-5 വർഷമൊക്കെ മറ്റു ചില പ്രതികളും റിമാൻഡ് തടവുകാരായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ വിചാരണ നീണ്ടുപോകുന്ന ഘട്ടം കൂടി പരിഗണിച്ചാണ് പലർക്കും ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ആ വസ്തുതകൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അതുൾപ്പെടെ പരിഗണിച്ച് ശിക്ഷ ലഘൂകരിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇന്ന് 11 മണിക്കാണ് എറണാകുളം ജില്ലാ ജഡ്ജി ഹണിയം വർഗീസ് കോടതിയിലെത്തുക. 11 മണിക്കാണ് ജില്ലാ കോടതിയിലെ നടപടികൾ തുടങ്ങുക. ആദ്യ കേസായി തന്നെ ഈ കേസ് ലിസ്റ്റ് ചെയ്യും. അത് വിളിക്കുമ്പോൾ പ്രതികൾക്ക് അവർക്ക് പറയാനുള്ള ഭാഗവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെ വാദവും നടക്കും. അതിനുശേഷം സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ ശിക്ഷാവിധി സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കേസിൻ്റെ മെറിറ്റ് സംബന്ധിച്ചുമൊക്കെയുള്ള വളരെ വിശദമായ ഒരു ഉത്തരവ് ഇന്ന് സെഷൻസ് കോടതിയിൽ നിന്ന്, ജില്ലാ കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കുറ്റക്കാരാണ്, അതോടൊപ്പം തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരല്ല എന്ന സംഭവത്തിൽ ഉൾപ്പെടെ അത് ഈ ശിക്ഷാവിധി ഇങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ട് അതിൻ്റെ ഉത്തരവ് ഇതുവരെ തന്നെ പുറത്തു വന്നിട്ടില്ല. അത് സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ദിലീപിനെ ഉൾപ്പെടെയുള്ള ആളുകളെ കോടതി വെറുതെ വിട്ടത് എന്നതുൾപ്പെടെയുള്ള വളരെ പ്രധാനമായ കോടതിയുടെ കണ്ടെത്തലുകൾ ആ ഉത്തരവിനകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് പുറത്തു വരിക എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. എന്ത് ഗ്രൗണ്ടാണ് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റവും അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ കുറ്റവും തെളിയിക്കപ്പെട്ടില്ല എന്ന് പറയാൻ കോടതി പരിഗണിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ ഇന്ന് ഈ ശിക്ഷാവിധി ഉണ്ടായിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ വാദം കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ജഡ്ജി ഒരുപക്ഷെ അത് സംബന്ധിച്ച് വിധി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വിധി ഇന്ന് തന്നെ പറഞ്ഞാൽ ഇന്ന് തന്നെ അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പും വിശദമായി തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനാകും. എന്തായാലും 11 മണിയോടുകൂടി എറണാകുളം ജില്ലാ കോടതിയിൽ നടപടികൾ ആരംഭിക്കും. യെസ്, അപ്പോൾ ഇന്ന് വിധി വരികയാണെങ്കിൽ ആ ജഡ്ജ്മെന്റ് പകർപ്പ് കൂടെ കിട്ടും. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഈ ഒരു ശിക്ഷാവിധിയിലേക്ക് എത്തിച്ചേർന്നത് തുടങ്ങിയ പൂർണ്ണ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയാണ്.